Guys, 2026 March is so lengthy. ഇത് തീരുന്നില്ല, പോയിട്ടും തീരുന്നില്ല. 24th of March, what's so funny? 24th of March, ഇനിയുണ്ട് 7 days. March തീരാൻ വേണ്ടി. It was a terrible month. കഴിഞ്ഞ ഫെബ്രുവരി 20th നാട്ടിൽ പോയതാണ്. 1 week പോയതാണ്. പോയിട്ട് തിരിച്ച് വരാൻ പ്ലാൻ ചെയ്തത് മീൻസ് വർക്കിംഗ് ഡേ എല്ലാം കഴിഞ്ഞ് മീൻസ് 5 days വർക്കിംഗ് ഡേയ്സ് വിത്ത് ഇൻക്ലൂഡിങ് ഹോളിഡേ എല്ലാം കഴിഞ്ഞിട്ട് 28th തിരിച്ച് വരാൻ വേണ്ടി 28th March 1 മോർണിംഗ് വന്നിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തുന്നു. പക്ഷേ ഫെബ്രുവരി 28th ആയപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പാക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അറിയുന്നത് ഇവിടെ വാർ സ്റ്റാർട്ടായിട്ടുണ്ട്, മിസൈൽസൊക്കെ ഇടുന്നുണ്ട്, അവർ കുറച്ച് സീനാണെന്ന് മനസ്സിലായി. അങ്ങനെ നോക്കി ഫ്ലൈറ്റ് സ്റ്റേറ്റസ് എല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യായിരുന്നു. ഞങ്ങൾക്ക് വാറേലും കുഴപ്പമില്ല, തിരിച്ച് വന്നാൽ മതിയെന്നായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് സ്റ്റേറ്റസ് നോക്കി, ലാസ്റ്റ് ക്യാൻസലായി ഫ്ലൈറ്റ്. അബുദാബിയിലേക്കായിരുന്നു ഫ്ലൈറ്റ്. അബുദാബിയിലാണ് ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. ഏറ്റവും കൂടുതൽ മിസൈൽസും ഡ്രോൺസും എല്ലാം ഉണ്ടായിരുന്ന ആ സമയത്ത് അബുദാബിയിലോട്ടായിരുന്നു. അപ്പോൾ പിന്നെ അബുദാബിയിൽ എയർപോർട്ട് അപ്പോഴത്തേക്കും വീഡിയോസ് ചെയ്തായിരുന്നു, ഡ്രോൺസ് വീഡിയോസ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും മൊത്തത്തിൽ എയർപോർട്ട് ക്ലോസ് ആയി. പിന്നെ ഞങ്ങൾ അങ്ങനെ നെക്സ്റ്റ് ഡേ തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഓഫീസിൽ അറിയിച്ചു, അതായത് എനിക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നില്ല, സ്റ്റക്കാണ്, ക്യാൻസൽ ആണെന്ന് അറിയിച്ചപ്പോഴത്തേക്കും അവർ ഭാഗ്യത്തിന് അവർ പറഞ്ഞ കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് വർഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വർഷം ഓക്കെ ജോലിയും ചെയ്യാം, നാട്ടിൽ നിൽക്കാമല്ലോ എന്നുള്ള സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ മീൻസ് ഡേയ്സ് പോകുമ്പോൾ ടെൻഷൻ കൂടുതലായിരുന്നു. എനിക്ക് എൻ്റെ സിറ്റുവേഷൻ പിന്നെ ഓക്കെ ആണെങ്കിൽ പോലും ഹസ്ബൻഡിൻ്റെ ലാപ്ടോപ്പ് നമ്മളിവിടെ വെച്ചിട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ ലാപ്ടോപ്പിനെ ക്യാരി ചെയ്തു. പിന്നെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ ക്യാരി ചെയ്തില്ല. അത് ഞങ്ങളുടെ മിസ്റ്റേക്കായിരുന്നു. ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം പുള്ളിയുടെ കോൺഫിഗറേഷൻസ് എല്ലാം ഈ ലാപ്ടോപ്പിലായിരുന്നുകൊണ്ട് അവർക്ക് സെക്യൂർഡ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ അത് പറ്റില്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾ ഡേയ്സ് പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ച് വന്നാമെന്നുള്ള ഇൻകൺസിസ്റ്റൻസിയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് നോക്കി. അങ്ങനെ എങ്ങനെയോ ഭാഗ്യത്തിന് ഒരു മാർച്ച് 6 ഒക്കെ ആയപ്പോഴത്തേക്കും 10th നമുക്ക് ഫ്ലൈറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു. പിന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഒരു 1-2 വർഷമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് തിരിച്ചിങ്ങനെ വന്നാൽ മതി എന്നുള്ള ഫീലായിരിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നു ഇങ്ങനെയായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി എത്തിയപ്പോൾ വീണ്ടും വർക്ക് ഫ്രം ഹോം. വാറ് തീരുന്നില്ല, വർക്ക് ഫ്രം ഹോം. പിന്നെ ഈദിൻ്റെ ഹോളിഡേയ്സ്. പിന്നെ അതിനിടയ്ക്ക് മോൻ വീണു, തലയിടിച്ച് വീണു, ഹെഡ് ബോണിൽ ഫ്രാക്ചറായി, ഹോസ്പിറ്റൽ അഡ്മിഷനും അതിൻ്റെ ടെൻഷൻസും അതിൻ്റെ എന്താ പറയുക, ഫുൾ ഒരു ടെറിബിൾ മന്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഓക്കെ ഫൈൻ, എൻ്റെ തേർഡ് ക്ലാസ് ഓഫീസിൽ പോകാൻ വർക്ക് ചെയ്യാം എന്നുള്ളതായപ്പോഴത്തേക്കും വീണ്ടും മഴയും